സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് പോവുകയാണെന്ന പറച്ചിൽ കുറച്ചു കാലമായിട്ടുണ്ട്. ലോകബാങ്കും സ്വകാര്യ മേഖലയിലെ വിശ്വസ്തത നേടിയ ഗവേഷക സ്ഥാപനമായ JP മോർഗനും അടുത്ത വർഷം മധ്യത്തോടെ മാന്ദ്യം ആരംഭിക്കുമെന്ന് സംശയിക്കുന്നു. വരാൻ പോകുന്ന മാന്ദ്യം 2008 ആഗോള സാമ്പത്തിക മാന്ദ്യത്തെക്കാൾ ആഘാതമുണ്ടാക്കുമെന്ന് കരുതുന്നവരുമുണ്ട്. അതല്ല, 2008 ആരംഭിച്ച് ഇപ്പോഴും തുടരുന്ന പ്രതിസന്ധിയുടെ അതിതീവ്രമായ അവസ്ഥയാണ് വരാൻ പോകുന്നത് എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. അങ്ങനെ ഒന്ന് വന്നാൽ ഇന്ത്യ ഭയക്കണമോ? നേരിടാൻ നമ്മൾ എത്രത്തോളം തയ്യാറെടുത്തു? കേരളത്തിൽ എന്തായിരിക്കും അതിന്റെ ആഘാതം? സ്പോട്ട്ലൈറ്റ്സ് ആരംഭിക്കുന്നു. ഗോതമ്പ് മുതൽ ചക്ക വരെ ഉൽപാദനം കുറയുന്നത് അറിയുന്നില്ലേ ഈ രാജ്യം? ഇന്ത്യയിൽ ജനസംഖ്യയിൽ ലോകത്തൊന്നാമതായി എന്ന് അഭിമാനിക്കുന്ന കാലമാണ്. ജനസംഖ്യയിൽ ഒന്നാമതായി എന്നാൽ കുടുംബം വലുതായി എന്നാണ് അർത്ഥം. 10 പേരുള്ള കാലത്ത് 10 പറ നെല്ല് കുത്തിയാൽ മതിയായിരുന്നുവെങ്കിൽ 15 പേർക്ക് 15 പറ നെല്ല് വേണം. രാജ്യത്തെ കാർഷിക മേഖലയിൽ ഇപ്പോ എന്താണ് സംഭവിക്കുന്നത്? കേന്ദ്ര കാർഷിക മന്ത്രാലയത്തിൽ നിന്നുള്ള പുതിയ വിവരങ്ങൾ ന്യൂസ് മലയാളം ഇതാ പ്രേക്ഷകരുമായി പങ്കുവെക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് അരി പോലെ തന്നെ ഏറ്റവും അധികം ആവശ്യമുള്ള ധാന്യമാണ് ഗോതമ്പ്. 2011-2012 മൊത്തം കാർഷിക ഉൽപാദനത്തിന്റെ 35.1% ഗോതമ്പായിരുന്നു. ഇക്കഴിഞ്ഞ വർഷത്തെ കണക്ക് നോക്കാം. അതായത് 2022-23 അത് 32.7% ഇടിഞ്ഞിരിക്കുകയാണ്. 2011-12 125 കോടി മാത്രമായിരുന്നു നമ്മുടെ രാജ്യത്തെ ജനസംഖ്യ. പക്ഷേ ഇപ്പോഴത് 142 കോടിയാണ്. അതായത് 17 കോടി ജനത കൂടിയിട്ടും ഗോതമ്പ് ഉൽപാദനം താഴുകയാണുണ്ടായത്. ഇനി അരിയിലേക്ക് വന്നാൽ അരിയുടെ ഉൽപാദനത്തിൽ നേരിയ വർധനവുണ്ട്. പക്ഷേ അത് ജനസംഖ്യാനുപാതികമായി പര്യാപ്തമല്ല. എല്ലാ ധാന്യങ്ങളുടെയും കണക്കെടുത്താൽ മൊത്തം കാർഷിക ഉൽപാദനത്തിൽ 28.2% 2011-12 ഇപ്പോഴത് 27.2% ഇടിഞ്ഞു. ഗോതമ്പിന്റെയും ധാന്യങ്ങളുടെയും കണക്കിനൊപ്പം പ്രധാനപ്പെട്ടതാണ് പാലും പാലുൽപ്പന്നങ്ങളും. 12 വർഷം മുൻപ് 67.2% ഇപ്പോ 66.5%. ജനസംഖ്യ വലിയ തോതിൽ വർദ്ധിച്ചിട്ടും ഉൽപാദനം താഴേക്കാണ്. ഈ രാജ്യം എങ്ങനെയാണ് ഒരു സാമ്പത്തിക മാന്ദ്യം നേരിടുക? സാമ്പത്തിക മാന്ദ്യം എന്നാൽ ഒരു സൂത്രവാക്യമേശാത്ത സംഗതിയാണ്. മാസത്തിൽ 24 ദിവസം പണി കിട്ടിയിരുന്നവർക്ക് 14 ദിവസം പോലും അത് കിട്ടാതെ വരും. ഇതാണ് വളരെ ലളിതമായി പറഞ്ഞാൽ സാമ്പത്തിക മാന്ദ്യത്തിന്റെ രീതി. പണിയും വരുമാനവും കുറയുന്ന ഒരാൾക്ക് ന്യായമായ വിലയ്ക്ക് ഭക്ഷ്യോൽപ്പന്നങ്ങളും കിട്ടണം, അല്ലെ? അങ്ങനെ വില താഴ്ന്നു നിൽക്കണമെങ്കിൽ സ്വാഭാവികമായും ഉൽപാദനം കൂട്ടണം. അതിനുള്ള ഒരു നീക്കവും നമ്മുടെ രാജ്യത്ത് സംഭവിക്കുന്നില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. വളരെ പ്രധാനപ്പെട്ട ഈ മാറ്റം മനസ്സിലാക്കാവുന്ന ഒരു കണക്കുണ്ട്. കാർഷിക ഉൽപാദനത്തിൽ മീൻപിടുത്തത്തിന്റെ അനുപാതത്തിലുണ്ടായ മാറ്റമാണത്. കഴിഞ്ഞ 12 വർഷം മുൻപ് ഉൾനാടൻ മത്സ്യസമ്പത്ത് 57.7% ഇപ്പോ അത് 49% കുറഞ്ഞിരിക്കുകയാണ്. ഫാമിംഗ് ആണ് കുറഞ്ഞത് എന്ന് മനസ്സിലാക്കാൻ ഒരു കണക്ക് കൂടിയുണ്ട്. സമുദ്രത്തിൽ നിന്നും പിടിക്കുന്ന മീനിന്റെ അളവ് ഇതേ കാലത്ത് 42.3% നിന്നും 51% വർദ്ധിച്ചു. ഉൾനാടൻ മത്സ്യസമ്പത്ത് കൃഷിയിലൂടെ നേടുന്നതാണ്. അത് വളരുന്നില്ല. കടലിൽ അരമറുതി വന്നാൽ കര മുഴുപ്പട്ടിണിയിലാകുമെന്നാണ് പഴഞ്ചൊല്ല്. മൊത്തം ധാന്യോൽപാദനം 2019-20 കേരളത്തിൽ 1010 കോടി രൂപയുടേതായിരുന്നുവെങ്കിൽ ഇപ്പോ 989 കോടി രൂപയുടേത് മാത്രമാണ്. കേരളത്തിലെ ധാന്യം എന്നാൽ അത് നെല്ലാണ്. 2019-20 1009 കോടി രൂപയുടേതായിരുന്നത് ഇപ്പോ 988 കോടി രൂപയായി കുറഞ്ഞു. ഇനി പയർവർഗ്ഗങ്ങളിലെ കേരളത്തിന്റെ ഉൽപാദനം കൂടി നോക്കാം. 20 കോടി രൂപയിൽ നിന്ന് 3 കോടി 4 ലക്ഷത്തിലേക്കാണ് ഇടിഞ്ഞത്. 2 പൂവ് നെല്ല് വിതയ്ക്കുന്ന പാടത്ത് മൂന്നാമത്തെ വിളയായി പയറോ ഉഴുന്നോ എള്ളോ ഒക്കെ വിതച്ചിരുന്നു നമ്മുടെ നാട്ടിൽ. അത് ഇക്കഴിഞ്ഞ നെല്ലിനുള്ള വളമായി കച്ചി കിട്ടാൻ മാത്രമല്ല, നമുക്ക് ജീവിക്കാൻ ആവശ്യമുള്ള പയറ് പരിപ്പ് വർഗ്ഗങ്ങൾ കൂടി നേടാനായിരുന്നു. കൃഷിയിൽ ഇതുപോലെ സാധ്യമായ വഴികളെല്ലാം രാജ്യവും സംസ്ഥാനവും അടച്ചു കളഞ്ഞു. മാന്ദ്യം സംഭവിച്ചാൽ കൃഷിയല്ലാതെ മറ്റൊരു രക്ഷാമാർഗവും ഉണ്ടാകില്ല. ട്രാക്ടറുകളും ഹെലികോപ്റ്ററുകളും മുതൽ മൊബൈൽ ഫോണുകൾ വരെ വിറ്റുപോകാതെ ശേഷിക്കും. അതോടെ ജനതയുടെ കയ്യിൽ കാൽ കാശില്ലാത്ത സ്ഥിതി വരും.
പട്ടിണി മരണങ്ങൾ ഉണ്ടാകാതിരിക്കണമെങ്കിൽ ധാന്യങ്ങളുടെയും പയറുവർഗ്ഗങ്ങളുടെയും ഉൽപാദനം കൂട്ടിയേ മതിയാവുകയുള്ളൂ. ചരിത്രാതീത കാലം മുതൽ തന്നെ നമ്മുടെ കേരളം അറിയപ്പെടുന്നത് ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ പേരിലല്ല, മറിച്ച് സുഗന്ധവ്യഞ്ജനങ്ങളുടെയും എണ്ണക്കുരുവായ നാളികേരത്തിന്റെയും മരച്ചീനി പോലുള്ള കിഴങ്ങുവർഗ്ഗങ്ങളുടെയും ഒക്കെ പേരിലാണ്. 4613 കോടി രൂപയുടെ നാളികേരമാണ് 2011-12 ഉണ്ടായതെങ്കിൽ കഴിഞ്ഞ വർഷം അത് 4380 കോടിയായി താഴ്ന്നു. തേയില ഉൽപാദനം 258 കോടി രൂപയിൽ നിന്ന് കേരളത്തിൽ 254 കോടി രൂപയുടേതായി 10 വർഷം കൊണ്ട് കുറഞ്ഞു. കുരുമുളകിലേക്ക് വന്നാൽ കുരുമുളക് ഉൽപാദനം ഇതേ കാലത്ത് 1111 കോടി രൂപയുടേതിൽ നിന്നും 809 കോടി രൂപയായാണ് ഇടിഞ്ഞത്. നമ്മളൊരു കാര്യം മറക്കരുത്, ഈ പറയുന്നതൊക്കെ തൂക്കമല്ല, അത് രൂപയിലുള്ള മൂല്യമാണ്. $1 40 രൂപ മൂല്യമുണ്ടായിരുന്ന കാലമാണ് 2011-12. പക്ഷെ ഇപ്പോഴത് 84 എന്ന് കണക്കാക്കുമ്പോൾ തന്നെ ഇടിവിന്റെ ആഴം ഇക്കാണുന്നതൊന്നുമല്ല എന്ന് നമുക്ക് മനസ്സിലാകും. പഴങ്ങളുടെയും പച്ചക്കറികളുടെയും ഉൽപാദനം ഇക്കാലത്ത് 608 കോടി രൂപയിൽ നിന്ന് 551 കോടിയായാണ് കുറഞ്ഞത്. മരിച്ചീനി അഥവാ കപ്പയുടെ ഉൽപാദനം 2017 കോടി രൂപയിൽ നിന്നും 1893 കോടിയായി ഇടിഞ്ഞു. ചക്കയുടെ വിപണിയിൽ പോലും അസം കുതിച്ചു കയറുമ്പോൾ കേരളം ഏറെക്കുറെ നിന്ന അതേ സ്ഥാനത്ത് തന്നെയാണ് ഇപ്പോഴും. മാന്ദ്യം ഏറ്റവും ആദ്യം ബാധിക്കുക ഇലക്ട്രോണിക്സ് ഉൽപ്പന്ന വിപണിയെയാണ്. കേടായത് പണമുള്ളവർക്ക് മാറ്റി വാങ്ങാം എന്നതിനപ്പുറം അപ്ഗ്രഡേഷൻ തന്നെ ഇല്ലാതാകും. അത് പുതിയ മോഡലുകളുടെ വിൽപ്പനയെ ബാധിക്കും. ഇന്ത്യ ഇലക്ട്രോണിക്സ് ഉൽപ്പന്ന വിപണി മാത്രമാണ്. ഉൽപാദനം ഇല്ല എന്നതിനാൽ തന്നെ നേരിട്ട് ബാധിക്കണമെന്നില്ല. വിദേശത്തെ തൊഴിലവസരങ്ങളാണ് അടുത്തൊരു ഭീഷണി. തദ്ദേശീയർക്ക് ജോലി സംവരണം ഏർപ്പെടുത്താൻ എല്ലാ രാജ്യങ്ങളും നിർബന്ധിതമാകും. അത് ഇന്ത്യയെ വലിയ തോതിൽ ബാധിക്കും. മൂന്നാമത്തേത് കെട്ടിട നിർമ്മാണ മേഖലയാണ്. ആഗോള വിപണിയെ ആശ്രയിച്ചാണ് ഇന്ത്യയിലെ കെട്ടിട നിർമ്മാണ മേഖല. അത് ഇപ്പോൾ തന്നെ മാന്ദ്യത്തിലാണ്. അവിടെ പുതിയ നിർമ്മാണങ്ങൾ ഇല്ലാത്തൊരു സ്ഥിതി വന്നാൽ കൂലിപ്പണിയാണ് ഏറ്റവും കൂടുതൽ ഇല്ലാതാവുക. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ സ്വാഭാവികമായും ഓട്ടോറിക്ഷ ഓടിച്ചു ജീവിക്കുന്നവരും ബസ്സിലെ തൊഴിലാളികളും ചെറുകിട വിൽപ്പന മേഖലയിലെ 10,000ങ്ങളും കഷ്ടത്തിലാകും. തൊഴിലില്ലാതാകുന്ന ഇവർക്കു വേണ്ടി കുറഞ്ഞത് ഭക്ഷണമെങ്കിലും ഉറപ്പാക്കാൻ രാജ്യത്തിന് ബാധ്യതയുണ്ട്. 125 കോടി ജനതയുണ്ടായിരുന്ന കാലത്തെ ഉൽപാദനം പോലും 142 കോടി ജനതയുള്ളപ്പോൾ നടക്കുന്നില്ലെങ്കിൽ നമുക്ക് കാര്യമായി എന്തോ പ്രശ്നമുണ്ട് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു. നാളെ മറ്റൊരു വിഷയവുമായി ഇതേ സമയം.